നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കായംകുളം നിയോജക മണ്ഡലം. ആ കായംകുളം നിയോജക മണ്ഡലത്തിൽ UDFൻ്റേതായ ഒരു കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷൻ വേദിയിൽ നിന്നുകൊണ്ട് ഇർഷാദ് ചക്കാലശ്ശേരി എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒരുമാതിരി ചിത്തഭ്രമം ബാധിച്ച പോലെ നിന്ന് പ്രസംഗിക്കുകയാണ്. അടിമുടി സ്ത്രീവിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗ ശൈലി. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ചക്കാലശ്ശേരി നിങ്ങൾ എവിടെ പോയി അവസാനിക്കും? ഒരു MLA ആയിരിക്കുന്ന ഒരു വനിതയെക്കുറിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായി കായംകുളത്തിൻ്റെ ഏകദേശം 1000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കായംകുളത്തിന് നൽകിയ ഒരു വനിതാ നേതാവിനെ, ഒരു വനിതാ MLA പരസ്യമായി ഈ രീതിയിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും കേരളത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്ത ഒന്നാണ്. ഒരുപക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാർട്ടിക്കൊരു അപമാനമായി തന്നെ കരുതേണ്ടി വരും. പുതിയ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പ്രാതിനിധ്യമൊക്കെ അവകാശപ്പെടുമെങ്കിലും ഇത്തവണ എന്താ പറയുക, വനിതാ ലീഗുകാർ കർശനമായ ഒരു പ്രശ്നവുമായി രംഗത്തിറങ്ങിയത് ഓർമ്മയില്ലേ? വനിതാ ലീഗിന് പ്രാതിനിധ്യം കുറഞ്ഞുപോയി, യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സ്ത്രീകളെ മുസ്ലിം ലീഗുകാർ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ മാതൃകയല്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഇർഷാദ് ചക്കാലശ്ശേരി നടത്തിയ പ്രസംഗം? ഇങ്ങനെയാണോ ഒരു വനിതാ നേതാവിനെ കുറിച്ച് പറയേണ്ടത്? വാക്ചാതുരി കൊണ്ടും ശരീരത്തിൻ്റെ അഴക് കൊണ്ടും അല്ലെ, ശരീരത്തിൻ്റെ അഴകിനെയും വാക്ചാതുരിയെയും വിൽപ്പന ചരക്കാക്കി കൊണ്ടുപോകുന്ന ഒരു നേതാവ്, വൃത്തികെട്ട, ഇതിനേക്കാൾ നല്ലത് അങ്ങ് അശ്ലീലം പറയുന്നതായിരുന്നേ. ഇതിനേക്കാൾ മഹത്വമുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ഈ നാവ് കൊണ്ട്, ഈ പറയുന്ന ചക്കാലശ്ശേരിയുടെ നാവ് കൊണ്ട് അശ്ലീലം പച്ചയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടാകുമായിരുന്നു. ഒരു MLA കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ശക്തയായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന പ്രതിഭ എന്നുള്ള കാര്യത്തിൽ, പ്രതിഭ എന്ന് പറയുന്ന MLA എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനു മുമ്പ് UDF ഉണ്ടായിരുന്നല്ലോ, MO ഹസൻ ഉണ്ടായിരുന്നല്ലോ. എന്താണ് കായംകുളത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? എന്ത് സംഭാവനയാണ് കായംകുളത്തിന് വേണ്ടി UDFൻ്റെ MLA-മാർക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു കുന്തവും ചെയ്തു തന്നിട്ടില്ല. ആശുപത്രി കെട്ടിടങ്ങൾ എന്നും പഴയ അവസ്ഥയിൽ തന്നെയായിരുന്നു. നമുക്കറിയാം കായംകുളത്തിന് ഇപ്പോൾ ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് എന്ന് ചക്കാലശ്ശേരി നിങ്ങൾ ആ വഴി ഒന്ന് പോയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായേനെ. ഏകദേശം 1.25 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. പഴയ കാലത്ത് അവിടെ കെട്ടിയിരുന്ന എല്ലാ ബിൽഡിങ്ങുകളും ഇടിച്ചു പൊളിച്ചുകൊണ്ട് പുതിയ കെട്ടിടം വരികയാണ്. അവിടെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ഏകദേശം 68.18 കോടി, ഏകദേശം 68.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ കായംകുളം ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്നത്. താലൂക്ക് ആശുപത്രി. എവിടെയായിരുന്നു നിങ്ങളുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ? എവിടെയായിരുന്നു? ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം അടക്കം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ് ഈ പറയുന്ന പ്രതിഭ എന്ന് പറയുന്ന കാര്യത്തിൽ എവിടുത്തെ CPM-കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരം തന്നെയാണ്. പ്രതിഭ എന്ന് പറയുന്ന ഒരു MLA അറിഞ്ഞുകൂടാത്ത കായംകുളം മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വീട്ടുകാരുണ്ടോ എന്ന് ഈ പറയുന്ന ചക്കാലശ്ശേരി പോയി അന്വേഷിക്കൂ. നിങ്ങൾ പറഞ്ഞ രീതിയിലാണോ പ്രതിഭ എന്ന് പറയുന്ന MLA അവിടെ ഇത്രയും കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് ആ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കൂ. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ള ഒരു വക്രീകരണം ഇവിടെ നടത്തിയത്? കേരളത്തിൻ്റെ എന്നല്ല, കായംകുളത്തിൻ്റെ സംസ്കാരത്തിന് ഏൽക്കുന്ന ഏറ്റവും കനത്ത മങ്ങലായി തന്നെ ഇതിനെ രേഖപ്പെടുത്തും. നിസ്സംശയം പറയാം, ഉറപ്പായും പറയാം. ഇങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത്? നിങ്ങൾക്ക് വികസനത്തെക്കുറിച്ച് പ്രസംഗിക്കാനൊന്നും ഇല്ലേ? നിങ്ങൾ വികസനത്തെക്കുറിച്ച് പ്രസംഗിക്കൂ, വികസന മുരടിപ്പിനെക്കുറിച്ച് പ്രസംഗിക്കൂ. ഇവിടെ കായംകുളത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി തുറന്നു പറയാം. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇവിടുത്തെ LDF സർക്കാർ യാതൊരു തരത്തിലുമുള്ള വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി തുറന്നു പറയാം. ഈ കായംകുളം മണ്ഡലത്തിൻ്റെ നെഞ്ചിലൂടെ തന്നെ കടന്നു പോകുന്ന ഹൈവേയുടെ വികസനം ഈ സംസ്ഥാന സർക്കാർ കാരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നേ. ഈ കായംകുളത്തിൻ്റെ നെഞ്ചിലൂടെയാണ് ആ ദേശീയപാത 66 കടന്നു പോകുന്നത്. അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ചക്കാലശ്ശേരിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ സ്ഥലം എടുപ്പ് അടക്കം വളരെ കൃത്യമായ രീതിയിൽ നടന്നു പോയിട്ടില്ലേ? കൃത്യമായി നടന്നു പോയിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് വികസനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. കായംകുളത്ത് പത്തനാപുരത്തേക്കും തിരുവല്ലയിലേക്കും ഒക്കെ പോകുന്ന കായംകുളത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡുകളുടെ ഒരു മുഖച്ഛായ തന്നെ മാറി നമ്മൾ കണ്ടതല്ലേ? അതിന് വീണ്ടും തുക മുടക്കുന്നുണ്ട്. അതായത് അടിസ്ഥാന വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ഏകദേശം 134.5 കോടി രൂപയാണ് കായംകുളം മണ്ഡലത്തിൽ പ്രതിഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്നത്.
സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നോക്കൂ, കായംകുളത്ത് എത്ര ഗവൺമെൻറ്, കായംകുളം മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. ആ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ UDF ഭരിക്കുന്ന കാലഘട്ടത്തിലേതുപോലെ തന്നെ കിടക്കുകയായിരുന്നോ? അതേപോലെ തന്നെയാണോ ഇന്നും തുടരുന്നത്? ആണോ? അല്ല. ഇന്ന് ആ സ്കൂളുകളുടെയൊക്കെ മുഖച്ഛായ തന്നെ മാറി. ഹൈടെക് ക്ലാസ് റൂമുകളിലേക്ക് അവിടുത്തെ കുട്ടികൾ എത്തിച്ചേർന്നു. അവിടെ ഈ പറയുന്ന വാർദ്ധക്യകാലം കൊണ്ട് വാർദ്ധക്യകാലത്ത് ഏറെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പകൽ വീട് പോലെയുള്ള സംവിധാനങ്ങൾ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു MLA ഉണ്ട്. ആ MLA യുടെ പേര് U പ്രതിഭ എന്നാണ്. അവിടുത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൈപുണ്യ വികസനം അടക്കമുള്ള പദ്ധതികൾ അല്ലെങ്കിൽ നൈപുണ്യ വികസനം അടക്കമുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു MLA ആണ് U പ്രതിഭ. അവരുടെ മകനെ കഞ്ചാവ് വലിച്ചതിൻ്റെ പേര് പിടിച്ചു, അത് അധികാരത്തിൻ്റെ ശ്രേണിയിൽ ഇരുന്നുകൊണ്ട് അവർ നടത്തിയ ശ്രമമാണെന്നൊക്കെ ഉദ്ഘോഷിക്കാം, വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കാം. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഈ പറയുന്ന ചക്കാലശ്ശേരി അന്വേഷിച്ചിട്ടുണ്ടോ? ഇർഷാദ് ഉണ്ടോ? എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? വസ്തുതകളായി തന്നെ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ വേദിയിൽ നിന്നുകൊണ്ടാണെങ്കിലും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാൻ അങ്ങ് മറന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ നമുക്കറിയാം, കായംകുളം എന്ന് പറയുന്ന നഗരത്തിൽ നിരവധി തിയേറ്ററുകൾ ഉണ്ടായിരുന്നു, സിനിമാ തിയേറ്ററുകൾ. എല്ലാം B ക്ലാസ് തിയേറ്ററുകളായിരുന്നു, B ക്ലാസും C ക്ലാസുമായ തിയേറ്ററുകളായിരുന്നു. ആ തിയേറ്ററുകളെല്ലാം പോയി. ഇന്ന് കായംകുളത്തുകാർ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒന്നാണ് ഒരു സിനിമാ തിയേറ്റർ. ആ സിനിമാ തിയേറ്ററിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നത് ഈ ചക്കാലശ്ശേരി കാണുന്നില്ലേ? അത് ആരുടെ ഭരണകാലത്താണ്? LDF സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അതോടൊപ്പം U പ്രതിഭ എന്ന് പറയുന്ന അവിടുത്തെ MLA യുടെ നിതാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അങ്ങനെ ഒരു തിയേറ്റർ സമുച്ചയം അവിടെ വരുന്നത്. ഏറെക്കാലമായി അവിടെ പതിറ്റാണ്ടുകളായി ചാകാതെ ചത്തുകിടന്ന ഒന്നായിരുന്നു അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ്. പൊളിഞ്ഞു തൂങ്ങി നാശമായി, ആർക്കും അപകടക്കെണിയിലാവുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു അത്. അവിടെ സുരക്ഷിതമായ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. അതിനകത്ത് നിരവധിയായ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഒടുവിൽ പൂട്ടിപ്പോയി. ഏറ്റവും ഒടുവിൽ അതൊരു പ്രേതാലയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറി. അന്നൊന്നും ഈ കോൺഗ്രസ്സുകാരെ ആരെയും കണ്ടിരുന്നില്ല അവിടെ വന്നു നിന്നുകൊണ്ട് ഈ പറയുന്ന ബസ് സ്റ്റേഷൻ നവീകരിക്കാൻ. അവിടെ പോയി സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് നവീകരിക്കാനോ ബസ് സ്റ്റാൻഡിൻ്റെ പുനരുദ്ധാരണത്തിനോ വേണ്ടി ആരും പരിശ്രമിച്ചില്ലല്ലോ. ഏറ്റവും ഒടുവിൽ U പ്രതിഭ എന്ന് പറയുന്ന MLA തന്നെ വേണ്ടി വന്നു അത് നവീകരിക്കാൻ. ഏകദേശം 10 കോടിയിലധികം രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് ഇന്ന് ആ ബസ് സ്റ്റാൻഡ് പുനരുദ്ധരിക്കാനുള്ള തീരുമാനമെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിൽ കല്ലിട്ട പോലെ അല്ല അത്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതും U പ്രതിഭ എന്ന് പറയുന്ന ഒരാൾ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണെന്നേ നടപ്പിലായത്. കായംകുളം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് കേന്ദ്രങ്ങൾ അടക്കം നടപ്പിലാകുന്നത് ഈ പറയുന്ന U പ്രതിഭ എന്ന് പറയുന്ന MLA യുടെ കാലഘട്ടത്തിലാണെന്നേ. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ കുടിവെള്ള വിതരണത്തിലാണെങ്കിലും എല്ലാ തരത്തിലും അവിടുത്തെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഏറെ പങ്ക് വഹിച്ച ഒരു MLA തന്നെയാണ് U പ്രതിഭ എന്നുള്ള കാര്യത്തിൽ ആ നാട്ടിലുള്ളവർക്ക് യാതൊരു സംശയവുമില്ല. എന്നിട്ടാണ് ആ MLA യെക്കുറിച്ച് ഈ തികച്ചും സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിലെ നേതാക്കന്മാരുടെ മനോഭാവം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ നിന്നും ഒരു വനിതാ നേതാവ് പോലും ഉയർന്നു വരാത്തത്. പലർക്കും പരസ്യമായി അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്നത്. കാര്യം എന്താണ്? ഇതെല്ലാം ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി മെയിൽ ഷോവനിസ്റ്റുകളുടെ പാർട്ടിയാണ് എന്നുള്ള തരത്തിലേക്ക് സ്വയമേവ കൊണ്ട് എത്തിക്കുകയാണ് ശരിക്കും ഈ പറയുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാരുള്ള ചെയ്യുന്നത്. M ലിജു എന്ന് പറയുന്ന ഒരു നേതാവ് കഴിഞ്ഞ ദിവസം കരഞ്ഞു കൂവി വിളിച്ചു പറയുന്നത് കേട്ടു, എനിക്ക് ഇത്തവണയെങ്കിലും നിങ്ങളെ സേവിക്കാൻ ഒരു അവസരം എനിക്ക് തരൂ എന്ന്. അത്രയ്ക്ക് ഗതികെട്ട രീതിയിൽ പ്രസംഗിക്കേണ്ടി വന്ന ഒരു നേതാവുണ്ട് M ലിജു. കാര്യം അദ്ദേഹത്തിനൊരു ഇപ്പോഴും ഒരു ആരോപണമുള്ളത്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നത് എവിടെ നിർത്തിയാലും പരാജയപ്പെടുന്ന നേതാവ് എന്നുള്ളത് തന്നെയാണ്. പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു ലേബൽ കൃത്യമായി ഒട്ടിച്ചു കൊടുത്തു ഈ പറയുന്ന M ലിജുവിന്. ആ കായംകുളം എന്ന് പറയുന്ന മണ്ഡലത്തിലൂടെ ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ എല്ലായിടും പ്രതിഭയുടെ പോസ്റ്ററുകൾ നിരനിരയായിരിക്കുന്നത് കാണാം. എവിടെയാണ് അക്ഷരാർത്ഥത്തിൽ M ലിജു എന്ന് പറയുന്ന നേതാവിൻ്റെ നല്ലൊരു പോസ്റ്റർ നിങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ളത്? അവിടെ പ്രാദേശിക തലത്തിൽ തന്നെ M ലിജു എന്ന് പറയുന്ന നേതാവിനെതിരായി ഒരു വികാരം ശക്തിപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമല്ലേ ഉള്ളത്, പ്രാദേശിക തലത്തിൽ പോലും. കാര്യം അദ്ദേഹം ഒരിക്കലും ഒരു ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി എതിര് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് അശ്ലീല പരാമർശം നടത്തുന്നത് തീർത്തും സ്ത്രീവിരുദ്ധ തന്നെയാണ് എന്ന് പറയേണ്ടി വരും.
പണ്ടൊരിക്കൽ അരിതാ ബാബു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ആരിഫിൻ്റെ ആരിഫിൻ്റെ വായിൽ നിന്ന് വീണപ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലുകളാണ് ഉണ്ടാക്കിയത്? ഇതെന്തായിരുന്നാലും പിന്നെ യു പ്രതിഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ അഭിഭാഷക കൂടിയാണല്ലോ. നിയമ നടപടിക്ക് പോവും. പരസ്യമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ, എന്തായാലും ഇതുപോലെ ഒരു പരാമർശമൊന്നും ആയിരുന്നില്ല ആരിഫ് നടത്തിയിരുന്നത്. അവരവരുടെ പിന്നെ ജോലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയൊരു പരാമർശം മാത്രമായിരുന്നു. എന്നാൽ ഇതങ്ങനെയല്ല. ഇതിനകത്തൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് ഈ വാചകങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഒളിച്ചു വെച്ചിരിക്കുന്നത് മാത്രമല്ല, അതിനകത്ത് പ്രകടമായി തന്നെ അടിമുടി സ്ത്രീ വിരുദ്ധതയാണുള്ളത്. വാക്ചാതുരി കൊണ്ടും ശരീര അഴക് വിൽപ്പനച്ചരക്കാക്കിയും എന്തൊരു വൃത്തികെട്ട പ്രയോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു വൃത്തികെട്ട പ്രയോഗം. ഇതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ളിലേക്ക് സ്ത്രീകൾ അധികമൊന്നും കടന്നു വരാത്തത്. കാര്യം അവരെയൊക്കെ ഇത്ര വൃത്തികെട്ട കണ്ണോടുകൂടി ആയിരിക്കുമല്ലോ നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ കാണുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള നിങ്ങളുടെ ആ ഒരു മൃഗീയ ചിന്താഗതികൾ, മൃഗീയം എന്ന് തന്നെ പറയേണ്ടി വരും, ഈ ചിന്താഗതികളുടെ ബഹിർസ്ഫുരണമാണ് ഇത്തരം പ്രസംഗങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇത് തീർച്ചയായിട്ടും കായംകുളത്തുകാർ തിരിച്ചറിയും. ഇത്തരത്തിലൊരു വനിതാ നേതാവിനെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും കായംകുളത്തിൻ്റെ മണ്ണ് ചർച്ച ചെയ്യുമെന്നേ. അങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രതിഭ എന്ന് പറയുന്ന ആ ഒരു MLA കേരളത്തിന്, നമ്മുടെ കായംകുളം എന്ന് പറയുന്ന മണ്ഡലത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്ത് വികസനങ്ങളാണ് കായംകുളം മണ്ഡലത്തിൽ യു പ്രതിഭ നടത്താതിരുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ? കരഞ്ഞുകൂവി മെഴുകുന്നതല്ല രാഷ്ട്രീയം. ലിജുവിനോട് പറയാനുള്ളതാണ്. ലിജു അവിടെ നിന്നിട്ട് കരഞ്ഞല്ലോ, എനിക്ക് നിങ്ങളൊരു അവസരം തരൂ, നിങ്ങളെ സേവിക്കാനൊരു അവസരം തരൂ എന്നല്ലേ പറഞ്ഞത്. അല്ലാതെ യു പ്രതിഭ നടത്താതെ പോയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവിടുത്തെ റോഡുകളായിക്കോട്ടെ, അവിടുത്തെ തോടുകളായിക്കൊള്ളട്ടെ, അവിടുത്തെ അതോടൊപ്പം തന്നെ കുടിവെള്ള വിതരണമായിക്കോട്ടെ, ഏതിനെയെങ്കിലും കുറിച്ച്, അവിടുത്തെ ഈ പറയുന്ന പോലെയുള്ള അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളായിക്കൊള്ളട്ടെ, അവിടുത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള, അവരെ ഈ പറയുന്ന പോലെ അവർക്കൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുള്ള രീതിയിൽ ഒരു തൊഴിൽ പരിശീലനം എന്നുള്ള നിലയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതായിക്കോട്ടെ, അവരെ കൊണ്ടുവന്നൊരു പകൽ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വയോജനങ്ങൾക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ, അവർക്കൊരു സംരക്ഷണം കൊടുക്കുന്നതായിക്കൊള്ളട്ടെ, അവിടുത്തെ സ്കൂളുകളുടെ വികസനങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെ തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്യാൻ ഈ പറയുന്ന നേതാക്കന്മാർക്ക് കഴിയുമോ? സ്ത്രീ വിരുദ്ധത പറയാതെ അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താണ്? അവിടെ യു പ്രതിഭ എന്ന് പറയുന്ന MLA അവിടെ നിന്നുകൊണ്ട് കായംകുളത്തിൻ്റെ സമൂലമായ വികസനത്തിന് വേണ്ടി 1000-ലധികം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള അടിമുടി സ്ത്രീ വിരുദ്ധതയും ചുമന്നുകൊണ്ട് പേറി നടക്കുന്ന ഇത്തരക്കാരെയൊന്നും പിന്തുണയ്ക്കേണ്ട യാതൊരു ആവശ്യവും സത്യത്തിലില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ UDF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പച്ചയ്ക്ക് തുറന്നു പറയേണ്ട അവസ്ഥയാണുള്ളത്.